സലാമിയുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് വരുന്നത്. ഇറാനെതിരെ ഇസ്രയേൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ആക്രമണത്തിലാണ് ഈ പറയുന്ന ഇരുവരും കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്തകൾ. രാജ്യാന്തര മാധ്യമങ്ങൾ ഇതിനെ പറ്റിയിട്ടുള്ള വിശദമായ റിപ്പോർട്ടുകളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ മാത്രം 6 സ്ഫോടനങ്ങൾ നടന്നെന്നും ഇറാൻ്റെ ആണവ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നുമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. അതായത് നടാൻസിലുള്ള ഇറാൻ്റെ പ്രാഥമിക ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിനും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. വ്യോമാക്രമണമായിരുന്നു പ്രധാനമായിട്ടും നടത്തിയത്. അതോടൊപ്പം തന്നെ മിസൈൽ ആക്രമണവും നടത്തിയെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ ആക്രമണത്തിലായിരിക്കാം മുഹമ്മദ് ഹുസൈൻ ബാഗേരി കൊല്ലപ്പെട്ടതെന്നാണ് പ്രാഥമികമായിട്ടുള്ള വാർത്തകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇറാനിയൻ ചീഫ് ഓഫ് സ്റ്റാഫും ആർമിയുടെ സൈന്യത്തിൻ്റെ അതുപോലെ തന്നെ ആണവ ശാസ്ത്രജ്ഞനുമാണ് കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയും ഈ കൂട്ടത്തിൽ തന്നെ ഈ ആക്രമണത്തിൽ തന്നെ ഉണ്ട്. PTIയും AFPയും ഒക്കെ ഇതിനെ പറ്റിയിട്ടുള്ള വിശദമായ റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. 2016 മുതൽ ഇറാൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫാണ്